السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. തക്ബീറത്തുൽ ഇഹ്റാമിൽ അഥവാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ കൈകൾ രണ്ടും ഉയർത്താറുണ്ട്. നമസ്കാരത്തിൽ ഇങ്ങനെ കൈ ഉയർത്തേണ്ട മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് ഈ ദർസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. 4 സന്ദർഭങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈ ഉയർത്തിയിരുന്നത്. ഒന്നാമത്തെ സന്ദർഭം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഥവാ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിലാണ്. രണ്ടാമത്തെ സന്ദർഭം റുകൂഇലേക്ക് പോകുന്ന അവസരത്തിലാണ്. മൂന്നാമത്തെ സന്ദർഭം റുകൂഇൽ നിന്ന് ഉയരുന്ന അവസരത്തിലാണ്. നാലാമത്തെ സന്ദർഭം രണ്ടാമത്തെ റക്അത്തിൽ നിന്നും അഥവാ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ നിന്നും ഉയരുന്ന അവസരത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി ഹദ്വ മൻകിബൈഹി ഇദാ ഇഫ്തതഹ الصلاة وإذا كبر للركوع وإذا رفع رأسه من الركوع رفعهما كذلك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ ആരംഭിക്കുമ്പോഴും റുകൂഅ് ചെയ്യുവാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴും റുകൂഇൽ നിന്ന് തല ഉയർത്തുമ്പോഴും അവിടുത്തെ 2 കൈകൾ 2 ചുമലുകൾക്ക് നേരെയായി ഉയർത്തുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം വിശദീകരിച്ചുകൊണ്ട് അബൂ ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ثم إذا قام من الركعتين كبر ورفع يديه حتى يحاذي بهما منكبيه. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്അത്തിൽ നിന്നും എണീറ്റപ്പോൾ 2 കൈകളെയും ചുമലിന് നേരെ ആകുന്നതുവരെ ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വ്യക്തമായ ശക്തമായ പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സുന്നത്ത് പല രൂപത്തിലും ആളുകൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ അഥവാ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രം കൈ ഉയർത്തും. ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ കൈ ഉയർത്തുകയില്ല. ഇവരുടെ ഈ പ്രവർത്തനം നബിചര്യയ്ക്ക് എതിരാണ്. വേറെ ചില ആളുകൾ അവർ സന്ദർഭങ്ങളൊന്നും നോക്കാറില്ല. സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദുകളിൽ നിന്ന് ഉയരുമ്പോഴും എല്ലാം അവർ കൈ ഉയർത്തും. ഇതും നബിചര്യയ്ക്ക് എതിരാണ്. ഇനി എങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടത്? 2 ചുമലുകൾക്ക് നേരെയോ 2 ചെവികൾക്ക് നേരെയോ ആണ് കൈകൾ ഉയർത്തേണ്ടത്. 2 രൂപവും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതും പല രൂപത്തിൽ ആളുകൾ ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ ചെവിയുടെ മുകളിലായിക്കൊണ്ട് ഉയർത്തുന്നു. ചില ആളുകൾ ചുമലിന് താഴെയായിക്കൊണ്ട് ഉയർത്തുന്നു. ചില ആളുകൾ അല്പം മാത്രം ഉയർത്തുന്നു. ചില ആളുകൾ ചെവിയിൽ കൈ തട്ടിച്ചുകൊണ്ട് ഉയർത്തുന്നു. ചില ആളുകൾ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഉയർത്തുന്നു. ഇവയെല്ലാം നബിചര്യയ്ക്ക് എതിരാണ്. കൈവിരലുകൾ നിവർത്തിപ്പിടിച്ച് കൈപ്പള്ള ഖിബ്ലക്ക് അഭിമുഖമാകുന്ന രൂപത്തിൽ ചുമലുകൾക്ക് നേരെയോ ചെവികൾക്ക് നേരെയോ ഉയർത്തുന്നതാണ് യഥാർത്ഥ രൂപം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള നമസ്കാരക്കാരായി തീരുവാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക,
നേർവഴി. Peace Radio. Tune to reality.